ബാക്കിൽ ഫോട്ടോ ഒക്കെ ഉണ്ട് അനിഷ്ടിയെ. നമ്മളൊരു ബുക്ക് ഇറക്കി അത് വായനക്കാരിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ഒരു സന്തോഷം എന്നെ സംബന്ധിച്ച് ലഭിക്കുന്നത്. ഈ ഒരു ഒറ്റ വാക്കിലൂടെ അനീഷിന്റെ ലൈഫ് സ്റ്റോറി പോയത്, എങ്ങനെയാണ് ഡിവോഴ്സ് ആയത്, അനീഷിന്റെ ജീവിതം തന്നെയാണ് ഇതിലൊക്കെ പറഞ്ഞേക്കുന്നത്. പുള്ളിക്കാരന്റെ ആദ്യത്തെ കല്യാണത്തിനെ കുറിച്ച് ഇവിടെയൊക്കെ ആരെയോ കുത്തി പറയുന്ന പോലെ എന്തൊക്കെ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന് ഇത്രയും ദൂരം എത്തിയിട്ട് നമുക്ക് ഈ ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടി. എങ്ങനെ ഈ ബുക്ക് പോകുന്നൊക്കെ ഉണ്ടോ, കച്ചവടമൊക്കെ ഉണ്ടോ? നല്ല മൂവിംഗ് ഉള്ള ബുക്കാണ്. നല്ല മൂവിംഗ് ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അനീഷിന്റെ ബുക്ക് എവിടെയും കിട്ടാത്തത് ഞാൻ വിചാരിച്ചു കാണില്ല, സ്റ്റോക്ക് കാണില്ല, അല്ലെങ്കിൽ മൂവിംഗ് ഇല്ലാത്ത ബുക്കായിരിക്കും. പക്ഷെ നല്ല മൂവിംഗ് ഉണ്ടെന്ന് അവർ പറയുന്നത്. അപ്പൊ ഇതിൽ എന്തോ കാര്യമായിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങളെ തടവിലാക്കിയ ദ്വീപിലാണ് ആ യാത്ര ചെന്നെത്തുന്നത്. ഓർമ്മകളുടെ തോണിയിലേറി പങ്കായം തുഴഞ്ഞ് ദ്വീപെന്ന മറുകരയിലെത്തുമ്പോൾ ജീവിതം സഫലമാകുന്നു. എനിക്ക് തോന്നുന്നു കല്യാണക്കാര്യം അനീഷൻ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരിക്കാം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക്, എൻ്റെ സ്വന്തം അനിയന്, അടുത്ത കൂട്ടുകാർക്ക്, ബന്ധുക്കൾക്ക്, നാട്ടുകാർക്ക്, അധ്യാപകർക്ക്, ഞാൻ പരിചയപ്പെട്ട നല്ല മനുഷ്യർക്ക്, സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾക്ക്, സർവോപരി നല്ലതും ചീത്തയുമായ ഓർമ്മകൾ തന്ന സകലമാന ആളുകൾക്കും. ഇതിലെന്തോ ഇല്ലേ? സകലമാന ആളുകൾക്കും, നല്ലതും ചീത്തയുമായ ഓർമ്മകൾ തന്ന സകലമാന ആളുകൾക്കും. സോ ഇതിനകത്ത് പുള്ളിക്കാരൻ്റെ ലൈഫിൽ സംഭവിച്ച ഈവൻ കല്യാണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഒറ്റ വാക്കിലൂടെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. MBA കാരനാണ്. MBA നേടിയിട്ടുണ്ട്. CSB ബാങ്കിൽ 10 വർഷത്തിലധികം ജോലി ചെയ്തു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പലപ്പോഴായി ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. കോളേജ് പഠനകാലത്ത് TV ചാനലുകളിൽ പ്രോഗ്രാമുകളും വാർത്താ വായനയും ചെയ്തിരുന്നു. ഏഷ്യനെറ്റിലെ റിയാലിറ്റി ഷോയിലും പങ്കെടുത്തിട്ടുണ്ട്. സോ ഹി ഈസ് നോട്ട് എ കോമണർ. അനീഷയുടെ അനുമോളെ പ്രപ്പോസ് ചെയ്തല്ലോ. അവർ ആദ്യം വന്നപ്പോൾ അനീഷന് അനുമോൾ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അവർ തമ്മിൽ വഴക്കൊക്കെ ആയിരുന്നു. ആദ്യം മുതലേ മനസ്സിലാക്കി ലാസ്റ്റ് അടിണ്ടാക്കി അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ വന്ന് ഇഷ്ടപ്പെട്ട ഒരാളാണ് അനുമോൾ. അതേ ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. ബാംഗ്ലൂരിൽ ഒരു യാത്ര പോയപ്പോൾ അനീഷന്റെ ബസ്സിൽ ഒരു സ്ത്രീ അടുത്ത സീറ്റിൽ അടുത്ത് വന്നിരുന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഇതിനകത്ത് പറയുന്നുണ്ട്. അത് ഭയങ്കര യാത്രയിൽ തൊട്ടടുത്തിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. 40s പ്രായം തോന്നിക്കുന്ന അവർ സാമാന്യ മോഡേൺ ലുക്കിലായിരുന്നു. ആധുനിക വനിതകൾ അങ്ങനെയുള്ളവരാണ്, അങ്ങനെ തന്നെ ആവുകയും വേണം. കുറച്ചു നേരം ആളോട് സംസാരിച്ച് വന്നപ്പോൾ ആളെ ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. ഇത് തന്നെയാണ് ബിഗ് ബോസിൽ എനിക്ക് തോന്നിയതും. ആദ്യം അനുമോളെ ഇഷ്ടം ഉണ്ടായിരുന്നത്. സംസാരിച്ച് 100ാമത്തെ ദിവസം അടുപ്പിക്കാറാവുമ്പോൾ ഒരിഷ്ടം തോന്നുന്നു. സംസാരിച്ച് വന്നപ്പോൾ തോന്നിയൊരു ഇഷ്ടം, അതാണ് ഈ കഥയിൽ പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് സംഭവിച്ചത്.